എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി എപ്പോഴും ഇളക്കി കൊടുക്കണമെന്നില്ല, അടിക്ക് പിടിക്കാതെ ശ്രദ്ധിച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ചെറിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ തേങ്ങാക്കൊത്തിൻ്റെ കൂടെ കിടന്ന് നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 2 എടുക്കാം, അത് സൈസ് അനുസരിച്ച് എടുക്കാം. ഇപ്പം ഇത് 1 കപ്പുണ്ട്. 1 കപ്പ് തക്കാളി ചേർത്ത്. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് തുടങ്ങുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. തക്കാളി നല്ലതുപോലെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഫൈൻ പേസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കല്ലിൽ വെച്ച് ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചേർത്തു. ഇതിനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ നമ്മളിത് വെയിറ്റ് ചെയ്യണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ വഴണ്ടു വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു റോ സ്മെല്ല് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇത്രയും നമ്മൾ ചേർത്തിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക, കരിഞ്ഞു പോകാതെ സൂക്ഷിക്കുക. നമ്മളിത് നന്നായി ഇളക്കി കൊടുക്കുക. മസാല അടുക്കി പിടിക്കാൻ പാടില്ല. മസാല കരിഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് ഫുള്ളായിട്ട് സ്പോയിലായി പോകും. അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് മൂപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് ഒരു 300 ഗ്രാം ബീഫ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ അടികൂട്ടി ഇളക്കണം. മസാല എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തേക്കും നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം. ഞാനിതിൽ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി ഇത് വേവാൻ വെച്ചിരിക്കുകയാണ്. ഇത് വേവ് കുറവുള്ള ബീഫാണ്, അതുകൊണ്ടാണ് വെള്ളം ചേർക്കാത്തത്. ബീഫിൽ നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. പക്ഷേ വേവ് കൂടുന്നതനുസരിച്ച്, ബീഫിൻ്റെ വേവ് അനുസരിച്ച് റിസ്ക് എടുക്കേണ്ട. ഒരല്പം ചൂടുവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ബീഫ് ഇപ്പോൾ ഒരു പാതി വേവായിട്ടുണ്ട്. അതിൻ്റെ ചാറും അത്യാവശ്യം ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ, 2ാം പാലാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് 2ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഈ 2ാം പാൽ വറ്റുന്നവരെ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ചാറൊക്കെ വറ്റി ബീഫ് നല്ല ആവിയിൽ നല്ലതുപോലെ വരണ്ടു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി 1ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 1 കപ്പിൻ്റെ 1/3 തേങ്ങാപ്പാലാണിത്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1ാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പം ഞാൻ വിറകടുപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തീ അണച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു 5-10 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ശേഷം നമുക്കിതിലേക്ക് അല്പം ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യമെങ്കിൽ അല്പം കായവും ചേർത്ത് കൊടുക്കാം. പലരും പല വിധത്തിലായിരിക്കും ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഞാൻ ബീഫ് റോസ്റ്റ് ചെയ്യാറുള്ളത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.